السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله وصحبه أجمعين. വിശ്വാസികളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലെ 10 വർഷകാല ജീവിതവും ധർമ്മസമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും കാലമായിരുന്നു. നുബുവത്ത് ലഭിച്ചതിന് ശേഷം ഏതാണ്ട് 13 വർഷകാലം മക്കയിൽ അവിടുന്ന് പ്രബോധനം ചെയ്ത് ജീവിച്ച സമയത്ത് ശത്രുക്കളിൽ നിന്നും എതിരാളികളിൽ നിന്നുമൊക്കെയും ഏൽക്കേണ്ടി വന്നിരുന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും പ്രയാസങ്ങളും അക്രമങ്ങളും ഒക്കെയും സഹിക്കാനായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പന. അത്തരം ആളുകളോട് പരലോകത്തെക്കുറിച്ചും പരലോകത്തെ ശിക്ഷയെക്കുറിച്ചും മറ്റൊരു ലോകം വരാനുണ്ടെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിയിക്കുകയും അവരെ ബോധവാന്മാരാക്കുകയും ചെയ്തുകൊണ്ട് അക്രമങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ പരിശ്രമിക്കാനായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനോടും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോടൊപ്പമുള്ള വിശ്വാസികളോടും അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായിരുന്നത്. മദീനയിലേക്ക് വന്നതിന് ശേഷമാണ് അള്ളാഹുവിന്റെ ഹബീബിന് പ്രതിരോധത്തിനുള്ള സമ്മതം നൽകുന്നത്. ഘട്ടം ഘട്ടമായാണ് ധർമ്മസമരങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുവാദം ലഭിച്ചത്. ആദ്യമായി ലഭിക്കുന്നത് ഇങ്ങോട്ട് എതിർക്കുന്ന ആളുകളെ പ്രതിരോധിക്കാനുള്ളതായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പ്രതിരോധത്തിനു മാത്രമല്ല അങ്ങോട്ട് പ്രബോധനം ചെയ്യാനുമുള്ള അനുവാദവും സമ്മതവും അള്ളാഹുവിന്റെ ഹബീബിന് ലഭിച്ചത്. അതും 4 മാസങ്ങളിൽ അതിനും പറ്റില്ലായിരുന്നു. സാധാരണ രീതിയിൽ ജാഹിലിയ്യ കാലത്തെ പവിത്രമാസമായി അവർ കണ്ടിരുന്ന, യുദ്ധം നിഷിദ്ധമായി അവരെല്ലാവരും മനസ്സിലാക്കിയിരുന്ന ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് ഈ 4 മാസങ്ങളിൽ അവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രബോധനം ചെയ്തുകൊണ്ടുള്ള സമരവും അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏതാണ്ട് അവസാന കാലത്തോടടുത്ത സമയത്തായിരുന്നു എല്ലാ മാസങ്ങളിലും ഈ 4 മാസങ്ങൾ അടക്കമുള്ള 12 മാസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടിറങ്ങി ചെന്നുകൊണ്ട് പ്രബോധനം ചെയ്യാനും ധർമ്മസമരങ്ങൾ നടത്താനും അള്ളാഹുവിന്റെ റസൂലിന് അനുവാദം ലഭിച്ചത്. ഈ സമ്മതങ്ങളെല്ലാം ലഭിക്കുന്നത് മദീന ജീവിത കാലത്താണ്. ആ മദീനയിൽ അള്ളാഹുവിന്റെ റസൂലിന് നുബുവത്ത് ലഭിച്ച് മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷം അവിടുന്ന് ജീവിച്ചത് 10 വർഷകാലമായിരുന്നു. ഈ 10 വർഷവും ധർമ്മസമരങ്ങളുടെ കാലം തന്നെയായിരുന്നു, പോരാട്ടങ്ങളുടെ കാലമായിരുന്നു. അതിലേറ്റവും പ്രധാനമായത് നടക്കുന്നത് ആരംഭനബിതങ്ങൾ മദീനയിലേക്ക് എത്തിയിട്ട് ഹിജറയുടെ 2-ാം വർഷം വിശുദ്ധ റമളാനിൽ നടന്ന പോരാട്ടമാണ്. ചരിത്രത്തിൽ പ്രസിദ്ധമായ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം വിജയം കൈവരിച്ച വിശുദ്ധ റമളാനിലെ ഒരൊറ്റ പകലിന്റെ ഏതാനും അല്പസമയത്തു മാത്രം നടന്നിരുന്ന ആ മഹാപോരാട്ടം, എന്നാൽ കുറഞ്ഞ സമയം മാത്രം നടന്നിരുന്ന ആ ചെറിയ പോരാട്ടമാണ് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം പേരുകേട്ട ബദർ എന്ന് പറയുന്ന ആ സംഭവം. ഇന്ന് ലോകത്ത് കാണുന്ന വിധം ഇസ്ലാം വ്യാപിക്കാനും ഒരു ശക്തിയായി മാറാനും കഴിഞ്ഞത് ആ ബദറിലെ പോരാട്ടവും അവിടെ വിശ്വാസികൾ വിജയിച്ചതിന്റെയും ഫലമാണെന്ന് ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബദറുമായി ബന്ധപ്പെട്ട സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ആ ബദറിലേക്ക് അള്ളാഹുവിന്റെ റസൂല് പുറപ്പെടുന്നത് ഹിജറ 2-ാം വർഷമാണെങ്കിൽ അതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് ഏതാനും സൈനിക നടപടികളും സൈനിക നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ചിലതിലൊക്കെയും അള്ളാഹുവിന്റെ ഹബീബ് സേനാ നായകരായി നേരിട്ട് പങ്കെടുത്തതായിരുന്നുവെങ്കിൽ മറ്റു പലതിലും അള്ളാഹുവിന്റെ റസൂല് മുഹാജിറുകളായ സ്വഹാബിവര്യന്മാരെ പറഞ്ഞയച്ചുകൊണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് എത്തിയ അതേ വർഷം തന്നെ വിശുദ്ധ റമളാനിലാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞയക്കുന്നത്. 30ഓളം വരുന്ന മുഹാജിറുകളായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് പോകുന്നത്. 300ഓളം വരുന്ന ഒരു ഖുറൈശി സംഘത്തെയായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ഖുറൈശികളുമായി അവർ കണ്ടുമുട്ടുകയും ഈസ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വെച്ച് അവർ പോരാടാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്ത സന്ദർഭത്തിൽ കേവലം 30 ആളുകൾ മാത്രം ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. 300 ആളുകളായിരുന്നു ഖുറൈശികൾ. അവരുമായി പോരാടാൻ നിൽക്കുന്ന സമയത്താണ് 2 വിഭാഗവുമായി കരാറിലുണ്ടായിരുന്ന
മജ്ദി ഇബ്നു അംർ എന്ന് പറയുന്നയാളുടെ പരിശ്രമത്തിന്റെ ഫലമായി പോരാട്ടം അവിടെ നിന്ന് ഇല്ലാതെയാവുകയാണ്. വാസ്തവത്തിൽ ഇസ്ലാമിന് അതൊരു നേട്ടമായിരുന്നു ആ പോരാട്ടം ഒഴിവായി പോയത്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണുണ്ടായിരുന്നത്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പോയ ആ സൈന്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഇദ്ദേഹം നടത്തിയ ഈ പരിശ്രമത്തെക്കുറിച്ച് വല്ലാത്ത ബർക്കത്തുള്ള പരിശ്രമമായിരുന്നു അതൊന്നും. വല്ലാതെ സന്തോഷം അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂൽ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പിറ്റേ മാസം തന്നെ ശവ്വാൽ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂല് ഉബൈദത്ത് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 60 അല്ലെങ്കിൽ 80ഓളം വരുന്ന മുഹാജിറുകളെ റാബഗ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പറഞ്ഞയക്കുന്നു. ഖുറൈശികളെ നേരിടാൻ തന്നെയായിരുന്നു. പക്ഷെ അവരുമായി പോരാടേണ്ടി വന്നില്ല, അവരുമായി നേരിടേണ്ടി വരികയോ ചെയ്തിരുന്നില്ല. അവർ മടങ്ങിപ്പോരുകയാണ് ചെയ്തത്. ഇതേ രീതിയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുക്കാതെ സേനാനായകന്മാരായി, സൈന്യത്തിന്റെ അധിപന്മാരായി, നായകന്മാരായി പല ആളുകളെയും നിശ്ചയിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പല സൈനിക നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് നേരിട്ട് പോയത് ആരംഭ നബിതങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷം തൊട്ടടുത്ത വർഷമായ സഫർ മാസത്തിലാണ്. വദ്ദാൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക്, അല്ലെങ്കിൽ അബവാ എന്ന് പറയുന്ന പ്രദേശത്തേക്ക്, ചരിത്രത്തിൽ വദ്ദാൻ, അബവാ എന്ന 2 പേരിലും ഈ പോരാട്ടവും ഈ ധർമ്മസമരവും അറിയപ്പെട്ടിട്ടുണ്ട്. ഈ സൈനിക നടപടി രണ്ടും അടുത്തടുത്ത നാടുകളായിരുന്നു. അവിടേക്ക് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹാജിറുകളുമായ സ്വഹാബി വര്യന്മാരുമായി പോയിട്ടുണ്ടായിരുന്നെങ്കിലും അവരുമായി നേരിടുകയോ പോരാട്ടം നടത്തുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല, മടങ്ങിപ്പോരുകയാണ് ചെയ്തത്. എന്നാലും ആ യാത്രയിൽ അള്ളാഹുവിന്റെ റസൂലിനെ ബനൂ ലംറ എന്ന് പറയുന്ന ഒരു വിഭാഗവുമായി, ഒരു ഗോത്രക്കാരുമായി കരാറിൽ ഏർപ്പെടാനും സന്ധിയിൽ ഏർപ്പെടാനും, അവർ തമ്മിൽ യുദ്ധമുണ്ടാവില്ല എന്ന നല്ല ഒരു കരാറിൽ ഏർപ്പെടാനും ഈ യാത്രയിൽ അള്ളാഹുവിന്റെ റസൂലിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം റബീഉൽ അവ്വൽ മാസത്തിലാണ് ബവാത്ത് എന്ന് പറയുന്ന പ്രദേശത്തേക്ക്, അടുത്ത വർഷം റബീഉൽ അവ്വൽ മാസത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മുഹാജിറുകളുമായ സ്വഹാബി വര്യന്മാരുമായി പോകുന്നത്. അള്ളാഹുവിന്റെ റസൂല് അത് കഴിഞ്ഞ് ഉശൈറ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് സ്വഹാബി വര്യന്മാരുമായി പോയിട്ടുണ്ട്. മക്കയിൽ നിന്ന് അബൂ സുഫിയാൻ എന്ന് പറയുന്നയാളും ഏതാനും ആളുകൾ ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന വിവരം അള്ളാഹുവിന്റെ റസൂലിന് ലഭിച്ചപ്പോഴായിരുന്നു മക്കയിലെ ഏതൊരു വീട്ടിലെ ആളുകളുടെയും 1 2 അല്ലെങ്കിൽ അരയെങ്കിലും സ്വർണ്ണ നാണയങ്ങൾ ഇവരുടെ കൂട്ടത്തിൽ ഇല്ലാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല. ഏതൊരാളുടെയും 1 നാണയം അല്ലെങ്കിൽ 2 നാണയം അല്ലെങ്കിൽ 1/2 നാണയം സ്വർണം അബൂ സുഫിയാൻ, പിന്നീട് വിശ്വസിച്ച സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ആ കച്ചവട സംഘത്തിൽ ഉണ്ടായിരുന്നു. ആ ഒരു വലിയ കച്ചവട സംഘം ഷാമിലേക്ക് പോകുമ്പോ അവരെ നേരിടാനാ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉശൈറയിലേക്ക് പോയത്. പക്ഷേ അവർ വഴിമാറി നബി തങ്ങൾ അവിടെ എത്തുന്നതിന്റെ മുമ്പേ സഞ്ചരിക്കുകയാണ്, ഷാമിലേക്ക് പുറപ്പെടുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതും കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷമാണ് മദീനയിലെ ഒട്ടകത്തെ കുർസ എന്ന് പറയുന്ന ഒരാൾ വന്ന് കയ്യേറ്റം ചെയ്യുന്നത്, ഒട്ടകത്തെ കൊല്ലുന്നത്, ഒട്ടകത്തെ ആക്രമിക്കുന്നത്. ഈ കുർസ എന്നയാളുടെ നേതൃത്വത്തിൽ വന്ന ആ സൈന്യത്തെ പിടിക്കാൻ, അവരുമായി നേരിടാനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് പോകുമ്പോ അവരുമായി കണ്ടുമുട്ടാൻ ബദറിന്റെ പരിസരത്തെത്തിയപ്പോഴേക്കും അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞു. സഫ്വാൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെത്തിയപ്പോഴും അവർ രക്ഷപ്പെട്ടു കഴിയുകയും അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് മടങ്ങിപ്പോരുകയും ചെയ്തിരുന്നു. ബദറിന്റെ അടുത്ത പ്രദേശമായിരുന്നു അത്. സഫ്വാൻ എന്ന പേരിലും ബദറിനിൽ ഊല, 1ാമത്തെ ബദർ എന്ന പേരിലും ഈ സൈനിക നീക്കം ചരിത്രത്തിൽ അറിയപ്പെട്ടതായി കാണാം. ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതേ രീതിയിൽ ഏതാനും സൈനിക നീക്കങ്ങളും നടപടികളും അവിടുന്ന് നേരിട്ട് ചെന്നുകൊണ്ടും മറ്റുള്ളവരെ പറഞ്ഞയച്ചുകൊണ്ടും നടത്തിയിട്ടുണ്ട്. എന്നാൽ പോരാട്ടം നടന്നതും ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായതും ബദറിലെ പോരാട്ടമാണ്. ഹിജറ 2ാം വർഷം വിശുദ്ധ റമളാനിൽ നടന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് പോയിരുന്ന അബൂ സുഫിയാൻ, ആ അബൂ സുഫിയാനെ പിടിക്കാൻ വേണ്ടി ഉശൈറയിലേക്ക് പോവുകയും അവിടെ നിന്ന് അവരെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്ത അതേ സുഫിയാനും ആളുകളും ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് ഒരു വൻ സ്വത്തുമായി ഏതാനും ചുരുങ്ങിയ സംഘം 40ഓ 70ഓ വരുന്ന ആളുകൾ മക്കയിലേക്ക് പോകുന്നു എന്ന വിവരം അള്ളാഹുവിന്റെ റസൂലിന് ലഭിച്ചപ്പോഴാണ് അവരുമായി നേരിടാൻ, അവരെ പിടികൂടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് പുറപ്പെടുന്നത്. ഏതാനും കുറച്ചാളുകൾ മാത്രമാണ്. ഇതാ
ഖുറൈശികൾ അവരുടെ സ്വത്തുമായി മക്കയിലേക്ക് പോകുന്നു. നമ്മെ നാടുകടത്തിയ ഖുറൈശികൾ, നമ്മെ ഇത്ര കാലവും ആക്രമിച്ചിരുന്ന ഖുറൈശികൾ, നമ്മുടെ കുടുംബത്തെയും നമ്മോടൊപ്പം വിശ്വസിച്ച ബലഹീനരായ പല ആളുകളെയും മക്കയിൽ പിടിച്ചു വച്ചിരിക്കുന്ന ഖുറൈശികൾ ഇതാ അവരുടെ സ്വത്തുമായി അവർ കടന്നു പോകുന്നുണ്ട് നമ്മുടെ നാട്ടിലൂടെ. നമുക്ക് അവരെ നേരിടണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ് ഏതാനും ചില ആളുകളല്ലേ അതിനാവശ്യമുള്ളൂ, അവര് പോവുകയാണ്. 300 ചില്ലാനം ആളുകളാണ് ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടേക്ക് പോകുന്നത്. പക്ഷേ ഈ വിവരം അബൂ സുഫിയാൻ അറിയുകയാണ്. ആരംഭ നബിയും വിശ്വാസികളും ഇദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് പുറപ്പെട്ട വിവരം ഇദ്ദേഹം അറിഞ്ഞപ്പോ ഗിഫാർ ഗോത്രക്കാരനായ ലംലം ബിനു അംർ എന്ന് പറയുന്ന ഒരാളെ ഇദ്ദേഹം കൂലിക്ക് വിളിക്കുകയാണ്, സ്വർണ്ണ നാണയങ്ങൾ പകരം നൽകിയിട്ട്. എത്രയും പെട്ടെന്ന് മക്കയിലേക്ക് പോകണം, മക്കയിൽ ചെന്ന് വിവരം അറിയിക്കണം, ഞങ്ങളെ പിടികൂടാൻ മുഹമ്മദ് വരുന്നുണ്ടെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിവരം അറിയിക്കാൻ വേണ്ടി ലംലം ബിനു അംറിനിൽ ഗിഫാരി എന്ന് പറയുന്നയാളെ അബൂ സുഫിയാൻ മക്കയിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഇദ്ദേഹം മക്കയിലേക്ക് എത്തുന്നതിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പാണ് മക്കയിൽ മറ്റൊരു വാർത്ത പരക്കുന്നത്. അത് മറ്റൊന്നുമായിരുന്നില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ പിതാവിന്റെ സഹോദരിയായ അവിടുത്തെ അമ്മായിയായ ആതിഖ റളിയല്ലാഹു അൻഹ ഒരു സ്വപ്നം കാണുകയാണ്. മഹ്ദി വല്ലാത്തൊരു സ്വപ്നമാണ് കണ്ടത്, പേടിപ്പിക്കുന്ന സ്വപ്നം. എന്താണ് എന്ന് അറിയാത്ത ഒരു സ്വപ്നം. മഹദി വന്നുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് സ്വപ്നത്തിന്റെ വിവരം പറയുന്നു. അവര് പറയുന്നത്, ഞാൻ കണ്ട ഈ സ്വപ്നത്തിന്റെ വിവരം മറ്റൊരാളോടും നിങ്ങൾ പറയരുത്, ഒരാളോടും നിങ്ങൾ പറയില്ലെന്ന് എനിക്ക് വാക്ക് നൽകണം. ഞാൻ കണ്ട സ്വപ്നത്തിന്റെ കാര്യം പറയാമെന്ന് തന്റെ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആതിഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അബ്ബാസ് എന്ന് പറയുന്ന മക്കയിലാണ്, ഖുറൈശികളുടെ കൂടെയാണ്, മുശ്രിക്കുകളുടെ കൂടെയാണ് ഉണ്ടായിരുന്നത്. ആ അബ്ബാസ് എന്നവരോടാണ് മഹദി ആതിഖ റളിയല്ലാഹു അൻഹ പറയുന്നത്. അവര് ചോദിക്കുന്നു, എന്താണ് നീ കണ്ട സ്വപ്നം? മഹദി വിവരിക്കുന്നു, ഞാൻ കണ്ട സ്വപ്നം, ഒരാൾ മക്കയിലേക്ക് അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്ത് വരുന്നു. അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്ത് വന്ന് മക്കയിൽ വന്നുകൊണ്ട് അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. മക്കയിലെ ജനങ്ങളെ വിളിച്ചു പറയുന്നു, മക്കക്കാരെ, ഇതാ നിങ്ങളെ കൊന്നു തള്ളിയിടുന്ന ഒരു സ്ഥലത്തേക്ക് 3 ദിവസം കൊണ്ട് നിങ്ങൾ പുറപ്പെട്ടോളൂ. നിങ്ങൾ മരിച്ചു വീഴുന്ന ഒരിടത്തിലേക്ക്, ലിമസാരിക്കും, നിങ്ങളെ കൊന്നു തള്ളിയിടുന്ന ഒരിടത്തേക്ക് നിങ്ങൾ പുറപ്പെട്ടോളൂ എന്നാണ് വാർത്ത. ഇദ്ദേഹം പറയുന്നത്. ജനങ്ങളെല്ലാവരും ഇദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട് ഇദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരുമിച്ച് കൂടിയപ്പോ ഇദ്ദേഹം പള്ളിയിലേക്ക് പ്രവേശിച്ചു, മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ചു. ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ചെന്നപ്പോൾ ഇദ്ദേഹം കഅബയുടെ മുകളിൽ കയറി. അവിടെ നിന്നും ഇദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ്, 3 ദിവസം കൊണ്ട് നിങ്ങളെ തള്ളിയിടുന്ന, നിങ്ങൾ മരിച്ചു വീഴുന്ന ഇടത്തേക്ക് നിങ്ങൾ പുറപ്പെട്ടോളൂ എന്നാണ്. ആളുകൾ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടിയപ്പോ അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങിയിട്ട് അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിലാ കയറുന്നത്. ആ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ടും അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ്, മക്കയിലെ മുശ്രിക്കുകളെ, മക്കയിലെ ഖുറൈശികളെ, നിങ്ങൾ മരിച്ചു വീഴുന്ന, നിങ്ങളെ കൊന്നു തള്ളിയിടുന്ന സ്ഥലത്തേക്ക് പുറപ്പെടാൻ തയ്യാറായി നിന്നോളൂ എന്ന് ഇദ്ദേഹം പറയുകയും ആ മലമുകളിൽ നിന്നൊരു പാറക്കല്ല് താഴേക്ക് തള്ളിയിട്ടുകൊണ്ട് താഴെത്തി ആ പാറക്കല്ല് പൊട്ടുകയും മക്കയിലെ ഏതൊരാളുടെയും വീട്ടിലേക്ക് അതിന്റെ ഒരു ചെറിയ കഷ്ണമെങ്കിലും എത്താത്തതില്ല, എല്ലാവരുടെ വീട്ടിലേക്കും എത്തുകയും ചെയ്തു എന്ന സ്വപ്നമാണ് ഞാൻ കണ്ടത് എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആതിഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അബ്ബാസ് എന്നവര് ഇത് മറച്ചു വെക്കുകയാണ്. പക്ഷേ തന്റെ കൂട്ടുകാരനായിരുന്ന വലീദ് എന്നയാളോട് മാത്രം നിങ്ങൾ ആരോടും ഇത് പറയരുത്, മറ്റാരും ഇത് അറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തോട് പറയുകയാണ്. ഉത്ബയുടെ മകനാണ് വലീദ്. ആ വലീദിനോട് പറഞ്ഞ വാർത്ത മക്കയിലാസകലം പരക്കുകയാണ്. ജനങ്ങളെല്ലാവരും അറിയുകയാണ്. അബൂജഹലിന്റെ കാതിലും എത്തുകയാണ്. ഉത്ബയുടെയും ഷൈബയുടെയും അബുൽ ബുഖ്തരിയുടെയും ഉമയ്യത്തിന്റെയും എല്ലാവരുടെയും കാതിലെത്തിയിരിക്കുകയാണ്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പിറ്റേ ദിവസം കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അബൂജഹൽ വന്നുകൊണ്ട് പറയുന്നത്, തവാഫ് ഒന്ന് കഴിഞ്ഞാൽ എന്നെ ഒന്ന് വന്നു കാണണേ. തവാഫ് കഴിഞ്ഞു, ഞാൻ അബൂജഹലിന്റെ അരികിലേക്ക് ചെന്നു. അബൂജഹൽ എന്നോട് ചോദിക്കുന്നത്, മതാ ഹദസ ഫീകും അന്നബിയ, അല്ല അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, നിങ്ങളിൽ ഒരു ആൺപ്രവാചകൻ വന്നങ്ങ് പോയിട്ടല്ലേ ഉള്ളൂ, അതാ ഇപ്പോഴേക്ക് ഒരു പെണ്ണും നബിയായി വന്നിരിക്കുന്നു. എന്താണിത്? എന്താണ് ഈ സംഭവിക്കുന്നത്? പുരുഷ പ്രവാചകൻ കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ പ്രവാചകയായി വന്നിരിക്കുകയോ എന്ന് ചോദിക്കുമ്പോ അബ്ബാസ് എന്നവർ പറഞ്ഞു, ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ആതിഖ കണ്ട സ്വപ്നത്തിന്റെ വിവരം ഞാൻ അറിയാത്തതുപോലെ നടിച്ചു. എന്ത് സ്വപ്നം? ഞാൻ അറിയില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുമ്പോഴാ അബൂജഹൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്, ഞാൻ പറയട്ടെ, 3 ദിവസം ഞങ്ങൾ കാത്തിരിക്കും. 3 ദിവസം കഴിഞ്ഞിട്ടും ഇതുപോലെ ഒന്നും ഇവിടെ നടക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും, അന്നക്കും അക്ദബു അഹ്ലി ബൈത്തിൻ ഫിൽ അറബ്,
ഈ അറബ് ലോകത്ത് ജീവിക്കുന്ന, ഈ മക്കയിൽ ജീവിക്കുന്ന ഏറ്റവും കളവ് പറയുന്ന കുടുംബമാണ് നിങ്ങളെന്ന്. കള്ളത്തിന്റെ കുടുംബം, കള്ളപ്രവാചകരായി, കള്ളനബിമാരായി കളവ് മാത്രം പറയുന്ന ഏറ്റവും വലിയ കുടുംബമാണ് നിങ്ങളുടെ കുടുംബമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് അബൂജഹൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അദ്ദേഹം അത് കേട്ട് മടങ്ങിപ്പോന്നു. അബൂജഹൽ എല്ലാവരോടും പറയുന്നു, മക്കയിലെ സ്ത്രീകളോട് പറയുന്നു, പുരുഷന്മാരോട് പറയുന്നു, എല്ലാവരും പരിഹസിക്കുന്നു. ആത്തിഖ റളിയല്ലാഹു അൻഹയെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഒക്കെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. 3-ാം ദിവസം അബ്ബാസ് എന്നവർ പറയുന്നു, ഞാൻ ഓർത്തു എന്തെങ്കിലും ഇന്നൊന്ന് നടക്കണേ, എന്നെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ഇന്നൊന്നുണ്ടാകുമോ എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഞാൻ അങ്ങനെ പള്ളിയിലേക്ക് ചെല്ലുമ്പോഴാണ് പള്ളിയുടെ മറുഭാഗത്തു നിന്ന് അബൂജഹൽ മുഖമാകെ വിവർണമായി എന്റെ നേരെ വരുന്നത്, എന്റെ സദസ്സിലേക്ക് വരുന്നത്. ഞാൻ പേടിച്ചു. എന്താണ് ഇദ്ദേഹത്തിന്? എന്തിനാണ് ഇദ്ദേഹം എന്റെ നേരെ വരുന്നത്? ഞാൻ വരുമ്പോ മറ്റൊന്നുമല്ല, അബൂ സുഫിയാൻ ലംലമു ബിനു അംർ എന്ന് പറയുന്നയാളെ പറഞ്ഞയച്ച അദ്ദേഹം ഇതാ മക്കയിലെത്തിയിരിക്കുന്നു. അദ്ദേഹം മക്കയിലേക്ക് വന്നുകൊണ്ട് തന്റെ ഒട്ടകത്തിന്റെ മൂക്ക് മുറിച്ചുകൊണ്ട് കാലിന് വെട്ടിയിട്ട് തന്റെ വസ്ത്രങ്ങളെല്ലാം പറിച്ചു ചീന്തിയിട്ട് ഇദ്ദേഹം വിളിച്ചു പറയുന്നു, അല്ലതീമ അല്ലതീമ യാ ഖുറൈശ് അംവാലക്കും അലാ അബീ സുഫിയാൻ. ഖുറൈശികളെ, മക്കയിലെ നേതാക്കന്മാരെ, നിങ്ങളുടെ സ്വത്തുണ്ടല്ലോ, അബൂ സുഫിയാന്റെ കൂടെയുള്ള സ്വത്ത്, അത് സംരക്ഷിക്കാൻ വേണമെങ്കിൽ പുറപ്പെട്ടോളൂ. മുഹമ്മദും കൂട്ടരും ഇതാ അവരെ പിടിക്കാൻ, അവരുടെ സ്വത്ത് പിടിക്കാൻ വേണ്ടി അവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന വാർത്ത. ഈ ശബ്ദം ആദ്യം കേൾക്കുന്നത് അബൂജഹലാണ്, ഞാൻ കേൾക്കുന്നതിന്റെ മുമ്പേ. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ വിവരം പറയാനാ അദ്ദേഹം എന്റെ അരികിലേക്ക് വന്നത്. ഞാൻ ഇത് കേട്ടപ്പോ എല്ലാം മറന്നുപോയി, ഞാനും പേടിച്ചുപോയി. എന്താ നടക്കുന്നത്? അബൂജഹൽ എല്ലാവരെയും വിളിച്ചു പറയുന്നു, മുഹമ്മദും കൂട്ടരും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന കഥ. മക്കയാസകലം ഒരുങ്ങുകയാണ് മദീനയിലേക്ക് പുറപ്പെടാൻ, ഇവരെ രക്ഷിക്കാൻ, നബിയുമായി പോരാടാൻ എല്ലാവരും ഒരുങ്ങുകയാണ്. മക്കയിലെ എല്ലാവരുടെയും സ്വത്ത് അതിലുണ്ടായിരുന്നു. ഉവൈത്തിബ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ സ്വത്ത് മാത്രമാ അതിൽ ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്ന് ഇവരോടൊപ്പം പുറപ്പെട്ടിട്ടുമുണ്ടായിരുന്നില്ല. അബൂ ലഹബ് എന്ന് പറയുന്നയാളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സുഫിയാനെ തടഞ്ഞു വെച്ച സമയത്ത് നബിയെ നേരിടാൻ വേണ്ടി മക്കയിലെ ഖുറൈശികൾ പോകുമ്പോ അബൂ ലഹബും കൂടെ ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും പോകുന്നു. മക്കയിലെ കുടുംബം ആസകലം പോകുന്നു. ഒരാൾക്ക് പോവാൻ കഴിയില്ലേ എങ്കിൽ മറ്റൊരാളെ പറഞ്ഞയക്കുന്നു, പണം നൽകുന്നു, വാഹനം നൽകുന്നു, ആയുധങ്ങൾ നൽകുന്നു. എല്ലാം നൽകിയിട്ട് 1000-ഓളം വരുന്ന ഒരു വൻ പട സർവായുധ സജ്ജരായി 700-ഓളം ഒട്ടകങ്ങളും 200-ഓളം കുതിരകളുമായി വലിയ ഒരു സൈന്യമായി നല്ല നർത്തകിമാരെയും പാട്ടുപാടി കൊടിച്ചു കൂത്താടി ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ത്രീകളെയും കൂട്ടിയിട്ടാണ് അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുന്നത്. അള്ളാഹുവിന്റെ റസൂലുമായി പോരാടാൻ, അബൂ സുഫിയാനെ തടഞ്ഞു വെച്ച അവരെ കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്താൻ, നബിയെ ഇല്ലാതെയാക്കാം എന്ന ലക്ഷ്യത്തോടുകൂടെ അവർ പുറപ്പെടുന്നത്. ഉമയ്യത്ത് ബിനു ഖലഫ് മാത്രമാ ആ കൂട്ടത്തിൽ പുറപ്പെടാതെ മാറിയിരിക്കുന്നത്. അബൂജഹൽ വന്ന് അദ്ദേഹത്തെയും നിർബന്ധിപ്പിച്ചു കൊണ്ടുപോവുകയാണ്. അദ്ദേഹം മാറിയിരിക്കാൻ, ഉമയ്യ മാറിയിരിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. ഉമയ്യയുടെ കൂട്ടുകാരനാ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, മദീനത്തുകാരൻ. ഉമയ്യ മദീനയിലേക്ക് പോകുമ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാ താമസിക്കാർ. സഅദ് റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് വരുമ്പോ ഉമയ്യയുടെ കൂടെയാണ് താമസിക്കാറുണ്ടായിരുന്നത്. രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നു. അദ്ദേഹം ഒരിക്കൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നുകൊണ്ട് തവാഫ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഉമയ്യത്തിന്റെ കൂടെയാണ്. ഉമയ്യത്തിനോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഇവിടെ ഇരിക്കൂ, ഞാനൊന്ന് തവാഫ് ചെയ്യട്ടെ, എനിക്കൊരക്രമം വരാതെ നിങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ഇദ്ദേഹം തവാഫ് ചെയ്യുന്നതിനിടയിലാണ് അബൂജഹൽ കടന്നു വരുന്നത്. അബൂജഹൽ ചോദിക്കുന്നു, ആരാണത്? അത് സഅദാണ്. അദ്ദേഹം പറയുന്നു, ഇത്ര ധൈര്യമായി ഞങ്ങളുടെ മക്കയിൽ വന്ന് ഈ പകൽ തവാഫ് ചെയ്യുകയോ? ഞങ്ങളെ മതത്തിൽ നിന്ന് മാറി പുതിയൊരു മതവുമായി വന്ന മുഹമ്മദിനെയും കൂടെയുള്ള ആളുകളെയും സംരക്ഷണം നൽകിയവരല്ലേ നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്നു? ഈ ഉമയ്യത്തിന്റെ സംരക്ഷണമില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ നിന്ന് വധിക്കുമായിരുന്നു എന്ന അർത്ഥത്തിൽ അബൂജഹൽ പറയുമ്പോഴാണ് സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്നെ എങ്ങാനും ഇവിടെ വെച്ച് നീ തടഞ്ഞു വെച്ചാൽ ഇതിനേക്കാൾ വലുത് ത്വരീക കാലൽ മദീന, മദീനയിലൂടെയുള്ള നിന്റെ സഞ്ചാരമില്ലേ, കച്ചവടത്തിനുള്ള യാത്രയില്ലേ, അത് ഞാൻ തടഞ്ഞു വെക്കുമെന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉച്ചത്തിൽ പറയുമ്പോഴാ ഉമയ്യ പറയുന്നത്,
അബുൽ ഹക്കമിനോടോ ഈ താഴ്വരയുടെ നേതാവിനോടോ ഉച്ചത്തിൽ സംസാരിക്കുന്നത്? ശബ്ദം താഴ്ത്തൂ, മിണ്ടാതിരിക്കൂ സഅദേ എന്ന് ഉമയ്യ പറയുമ്പോഴാ ഉമയ്യയോട് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്തു ശബ്ദം താത്താൻ, എന്താ ഉമയ്യ പറയുന്നത്? നിനക്കറിയുമോ ഞങ്ങളുടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്നഹും ഖാതിലുക, ആ നബിയും അനുയായികളും നിന്നെ കൊല്ലുമെന്ന. ഉമയ്യ, നിന്നെ കൊല്ലുമെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഉമയ്യ ഞെട്ടിപ്പോയി. ഉമയ്യക്കറിയാം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ അത് നടക്കുമെന്ന്, നബിയുടെ വാക്ക് പുലരുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ചോദിക്കുന്നു, ബി മക്കത്ത, മക്കയിൽ വെച്ചാണോ? സഅദ് പറയുന്നു, ലാദിരി, എനിക്കറിയില്ലെന്ന്. ഈ വാർത്ത, ഈ വിവരം അദ്ദേഹത്തിന്റെ ഓർമ്മയിലുണ്ട്. ബദറിലേക്ക് എല്ലാവരും പുറപ്പെടുമ്പോ ഉമയ്യ ഓർത്തത് ഇതാണ്, ബദറിലേക്ക് പോയാൽ തീർച്ചയായും ഞാൻ കൊല്ലപ്പെടും. സഅദിനോട് പറഞ്ഞത് വാർത്തയോർക്കുകയാണ്. അബൂ ജഹൽ വന്ന് നിർബന്ധിപ്പിച്ച് പറഞ്ഞേക്കുകയാണ്, നിങ്ങൾ സയ്യിദു അഹ്ലിൽ വാദി, ഈ താഴ്വരയുടെ നേതാവാണ്, ഞങ്ങളുടെ നേതാവാണ്, നിങ്ങൾ മാറി നിന്നാൽ പലരും ഇതിൽ നിന്ന് മാറി നിൽക്കും, നിങ്ങൾ വരണമെന്ന് പറയുമ്പോൾ ഉമയ്യ പോവുകയാണ്. ഉമയ്യ വീട്ടിലേക്ക് ചെന്ന് ഒരുങ്ങുമ്പോഴും വീട്ടുകാരിയും പറയുന്നു, നിങ്ങളുടെ കൂട്ടുകാരനില്ലേ യസ്രിബിക്കാരൻ, മദീനക്കാരൻ, അദ്ദേഹം പറഞ്ഞ നിങ്ങൾ ഓർക്കുന്നില്ലേ, നിങ്ങൾ മരിക്കാനാണോ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം മാറി നിൽക്കാൻ നിൽക്കുമ്പോഴും അബൂജഹൽ വന്നുകൊണ്ട് തന്നെയാ, അബൂജഹൽ പറഞ്ഞയച്ച ആള് വന്നുകൊണ്ട് തന്നെയാ ഉമയ്യയെയും നിർബന്ധിപ്പിച്ചു കൊണ്ടുപോകുന്നത്. ഈ ഉമയ്യ അടക്കം അബൂജഹൽ അടക്കമുള്ള ഒരു വൻ സൈന്യമാ ബദറിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. നബിയെ തുരത്താൻ, അബൂ സുഫിയാനെയും രക്ഷപ്പെടുത്താൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മദീനയിൽ നിന്ന് അബൂ സുഫിയാനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയ വിശ്വാസികളും ഇത് അറിയുന്നില്ല. അവർ അബൂ സുഫിയാനെ ലക്ഷ്യം വെച്ചാ പോകുന്നത്. അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, വാഹനങ്ങളില്ല, കുറഞ്ഞ വാഹനങ്ങൾ, ഏതാനും ചില ഒട്ടകങ്ങൾ, 2-3 ആളുകളാണ് ഒട്ടകപ്പുറത്ത് കയറുന്നത്. ഒരാൾ കയറും, മറ്റ് 2 ആളുകൾ നടക്കും. ഊഴം വെച്ച് ഓരോ ആളുകളും മാറി മാറി കയറിയ സഞ്ചരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിയിലെത്തിയപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന അവരിലെ ചെറുപ്പക്കാരായ ആളുകളൊക്കെയും മടക്കി അയക്കുന്നത്. വഴിയിൽ വെച്ച അള്ളാഹുവിന്റെ റസൂലിന് വിവരം കിട്ടുന്നത്, അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന വിവരം അബൂ സുഫിയാൻ അറിഞ്ഞിരിക്കുന്നു. ഈ വാർത്ത മക്കയിലേക്ക് എത്തിയിട്ട് മക്കയിൽ നിന്നൊരു വൻ സൈന്യം ഇങ്ങോട്ട് ബദറിലേക്ക്, മദീനയിലേക്ക് പുറപ്പെട്ട വിവരം അള്ളാഹുവിന്റെ റസൂലിന് വഴിയിൽ വെച്ചാ ലഭിക്കുന്നത്. ആരംഭ നബി തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നത്, ഇനി നമ്മുടെ മുമ്പിൽ 2 സൈന്യമാണ്. وَإِذْ يَعِدُكُمُ اللَّهُ إِحْدَى الطَّائِفَتَيْنِ أَنَّهَا لَكُمْ وَتَوَدُّونَ أَنَّ غَيْرَ ذَاتِ الشَّوْكَةِ تَكُونُ لَكُمْ. ആരംഭ നബി തങ്ങൾ പറയുന്നത്, ഇനി 2 സൈന്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് അബൂ സുഫിയാനും കച്ചവട സംഘവും, മറ്റൊന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്ന നഫീർ, മക്കയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന വൻ സൈന്യം. നമ്മൾ ആരുമായി നേരിടണം, ആരോട് പോരാടണമെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നത്, അൽ ഐറു അഹബ്ബു ഇലൈന, നമ്മൾ പോരാട്ടവും യുദ്ധവും ഉദ്ദേശിച്ച് വന്നതല്ലല്ലോ നബിയെ, നമ്മൾ ഇവരെ പിടിക്കാനല്ലേ വന്നത്, ഖുറൈശികളെ, അബൂ സുഫിയാനെ, അതാണ് നമുക്ക് താല്പര്യമെന്നാ പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിന്നീട് വിവരം ലഭിക്കുന്നു, അബൂ സുഫിയാൻ വഴിമാറി മക്കയിലേക്ക് രക്ഷപ്പെട്ട വിവരം, അബൂ ജഹൽ അവിടെ നിന്ന് പുറപ്പെട്ട വിവരം, ഇനി അവരുമായി നേരിടേണ്ടി വരുമെന്ന വാർത്തയും വിവരവും അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോഴാ അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് വീണ്ടും ചോദിക്കുന്നത്, ഇനി എന്തു വേണം, നമ്മൾ എന്ത് ചെയ്യും? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങ് പുറപ്പെടൂ നബിയെ, അങ്ങയോടൊപ്പം ഞങ്ങളുണ്ട്. ഉമറന്നവരും പറയുന്നു, പക്ഷേ നബിക്ക് സമാധാനമാകുന്നില്ല, സന്തോഷമാകുന്നില്ല. അവിടെ വീണ്ടും ചോദിക്കുന്നു, എന്തു ചെയ്യണമെന്ന്. നബി കാത്തിരിക്കുന്നതും നബി പ്രതീക്ഷിക്കുന്നതും മദീനയിലെ അൻസ്വാരികളുടെ പ്രതികരണമാണ്. അൻസ്വാരികളാണ് ആ കൂട്ടത്തിൽ അധിക ആളുകളും ഉണ്ടായിരുന്നത്, മുഹാജിറുകൾ കുറവായിരുന്നു. അൻസ്വാരികൾ അള്ളാഹുവിന്റെ റസൂലിന് അഭയം നൽകിയവരാണ്. ഞങ്ങളുടെ നാട്ടിൽ വന്നാൽ അങ്ങേ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞവരാ. ഇത് മദീനയുടെ പുറത്താണ്, അവരുടെ നാട്ടിൽ നിന്ന് പുറത്താ പോകുന്നത്. ഇവിടെ അവരുടെ സംരക്ഷണം ലഭിക്കുമോ, അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴാ അൻസ്വാരികൾ ചോദിക്കുന്നത്, ഇയ്യാനാ തുരീദ്, ഞങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് പുറപ്പെട്ടോളൂ നബിയെ, അങ്ങ് എവിടേക്ക് പോവുകയാണെങ്കിലും അങ്ങയോടൊപ്പം നിൽക്കാൻ, അങ്ങയുടെ കൂടെ കൂടാൻ, അങ്ങയോടൊപ്പം പോരാടാൻ, അങ്ങ് പറയുന്നത് പോലെ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ബർക്കുൽ ഗിമാദ്, അബ്സീനിയയിലെ ആ നാട്ടിലേക്ക് നിങ്ങൾ പോകുന്നത് ഞങ്ങളെയും കൂട്ടി ഞങ്ങൾ അവിടെ വരാൻ തയ്യാറാണ്. മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ റസൂലേ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ, അവിടത്തോടൊപ്പം വിശ്വസിച്ച ആളുകൾ അവരെ പോരാട്ടത്തിന് വിളിച്ചപ്പോ അവർ പറഞ്ഞിരുന്നു, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാത്തില ഇന്നാ ഹാഹുനാ ഖായിദൂൻ. മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ അതിനെ കിട്ടുകയില്ല, ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞതുപോലെ ഒരിക്കലും ഞങ്ങൾ പറയുകയില്ല. ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാത്തില
ഇന്നാ മഅകുമാ മുഖാത്തിലൂൻ, അങ്ങയുടെ നാഹർ എന്താണോ കൽപ്പിക്കുന്നത് അതിലേക്ക് അങ്ങ് തിരിഞ്ഞോളൂ നബിയെ, ഞങ്ങൾ എല്ലാവരും അങ്ങയോടൊപ്പമുണ്ട്, ഒരാൾ പോലും പിന്താതെ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോഴാം ഫസുറ വജ്ഹു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷമാകുന്നത്. അവരെയും കുട്ടിയെ അള്ളാഹുവിന്റെ റസൂല് പോകുന്നത് അവരുടെ കയ്യിലാണെങ്കിലോ വസ്ത്രങ്ങളില്ല, ആയുധങ്ങളില്ല, ചെരുപ്പുകളില്ല. ആരംഭ നബി തങ്ങൾ അവരെ നോക്കിയിട്ടൊന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്ത്, അല്ലാഹുമ്മ ഇന്നഹും ഉറാത്ത്, അല്ലാഹുമ്മ ഇന്നഹും ആല, അല്ലാഹുമ്മ ഇന്നഹും ജിയാൾ. ചെരുപ്പില്ലാത്തവരാണ് നാദാ, ഇവർക്ക് നീ ചെരുപ്പ് ധരിപ്പിക്കണേ. ഇവർക്ക് വാഹനം നൽകണേ. വസ്ത്രമില്ലാത്തവരാണ്, വസ്ത്രം നൽകണേ. ഇവർ ദരിദ്രന്മാരാണ്, വിശന്നൊട്ടിയവരാണ്, ഇവർക്ക് നീ ഭക്ഷണം നൽകണേ, നിന്റെ വിഭവം നൽകണേ എന്ന് നബി തങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ ആളുകളെ നോക്കിയിട്ട് പ്രായം തികയാത്തവരെ, ചെറുപ്പക്കാരെ ഒക്കെയും മടക്കി അയക്കുകയാണ്. ഒരാട്ടത്തിനാണെന്ന് മനസ്സിലാക്കിയപ്പോ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന ഒന്നിലധികം ആളുകൾ, അവരോട് നബി തങ്ങൾ പറയുന്നത് ഒരാൾ വന്നാൽ മതി. സഅദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവ് ഖൈസമ, ഈ രണ്ടുപേരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം വിവരിക്കുന്നു, ആരംഭ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ മടങ്ങി പോവണം, നിങ്ങളുടെ വീട്ടുകാർക്ക് സംരക്ഷണത്തിന്, നിങ്ങളുടെ വീട്ടുകാരുടെ കൂടെ നിൽക്കാൻ ഒരാൾ മടങ്ങി പോവണമെന്ന് പറയുമ്പോൾ പിതാവ് പറയുന്നു, ഞാൻ അങ്ങയോടൊപ്പം പോരാം, സഅദ് പോവട്ടെ, മകൻ പോവട്ടെ എന്ന്. സഅദ് റളിയല്ലാഹു അൻഹു പിതാവ് ഖൈസമയോട് പറയുന്നു, ലൗ കാന ഗൈറൽ ജന്ന ലആതർതുക ബിഹി, പിതാവേ, അങ്ങന്റെ പിതാവാണ്, ഞാൻ അങ്ങയുടെ വാക്ക് കേൾക്കേണ്ടയാളാ, പക്ഷെ ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്കാണല്ലോ, സ്വർഗം കിട്ടാനാണല്ലോ, പോരാടി മരിക്കാനാണല്ലോ. ഇതല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും അങ്ങേക്ക് ഞാൻ അവസരം നൽകുമായിരുന്നു എന്ന് രണ്ടുപേരും പറയുമ്പോഴാ അള്ളാഹുവിന്റെ റസൂൽ നറുക്കിട്ടുകൊണ്ട് അവസാനം നറുക്ക് കിട്ടുന്നത് സഅദ് റളിയല്ലാഹു അൻഹുവിന് മകനാണ്. അദ്ദേഹം ഇതിൽ പോവുകയും ആ ബദറിൽ വെച്ച് കൊല്ലപ്പെട്ട, ബദറിൽ വെച്ച് ഷഹീദായ 14 പേരിൽ ഒരാള് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് കാണാം. ആരംഭ നബി തങ്ങൾ അങ്ങനെ പോവുകയാണ്. വാഹനമില്ലാതെ പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂലും അബൂ ലുബാബയും അലി റളിയല്ലാഹു അൻഹുവും ഒരു ഒട്ടകപ്പുറത്താണ്. ചിലപ്പോൾ നബി തങ്ങൾ കയറും, രണ്ടുപേരും നടക്കും. ചിലപ്പോൾ അലി ആരാ കയറുന്നത്, ബാക്കി രണ്ടാളുകളും നടക്കുന്നു. രണ്ടുപേരും, അലി റളിയല്ലാഹു അൻഹുവും അബൂ ലുബാബയും അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ആരംഭ നബിയെ, ഞങ്ങളുടെ ഊയം വന്നാൽ ഞങ്ങൾ നടക്കാം നബിയെ, ഞങ്ങൾ കയറേണ്ട ഊഴം വന്നാലും ഞങ്ങൾ നടക്കാം, അങ്ങ് വാഹനപ്പുറത്ത് തന്നെ കയറൂ, ഞങ്ങൾക്ക് ഇതൊരു പ്രയാസമല്ലെന്ന് പറഞ്ഞപ്പോഴാ ആരംഭ നബി തങ്ങളുടെ പ്രതികരണം, മാ അന ബിഅഗ്നാ അനിൽ അജ്രി മിൻകുമാ വമാ അൻതുമാ ബിഅഖ്വാ മിനസ്സൈ വമാ അൻതുമാ ബിഅഖ്വാ അലസ്സൈരി മിന്നി, എന്നേക്കാൾ ശക്തന്മാരൊന്നുമല്ല നിങ്ങൾ നടക്കാൻ, നിങ്ങളെപ്പോലെ എനിക്കും നടക്കാൻ കഴിയും, നിങ്ങളെപ്പോലെ എനിക്കും കൂലി വേണമെന്ന് പറഞ്ഞ് ലോകത്തിന്റെ നായകർ അങ്ങനെ ബദറിലേക്ക് പുറപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് വിവരിക്കാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.